വെൽക്കം ടു ഓൾ. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ, അതായത് എക്സ്ട്രീമായിട്ട് അസഹനീയമായ ചൂടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശരീരം പൊതുവെ എക്സോസ്റ്റഡ് ആകാറുണ്ട്, തളരാറുണ്ട്, നല്ലതുപോലെ ദാഹിക്കും, വിശപ്പ് തീരെ കുറയും, നന്നായിട്ട് വിയർക്കും. അപ്പം നമുക്ക് ശരീരം അത്രയധികം അസ്വസ്ഥമാവും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് നമ്മളിലേക്കൊരു തണുത്ത കാറ്റ് വീശുമ്പോൾ, ഒരു AC റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, തണുത്ത ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് കൂളാകും, ശാന്തമാകും. അതേപോലെ നമ്മുടെ മനസ്സ് അനേകം ചിന്തകൾ കൊണ്ട് തപിച്ചിരിക്കുന്ന സമയത്ത്, ചിന്തകൾ പ്രക്ഷുബ്ധമായി അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയപ്പെടുന്നത് സ്ട്രെസ്ഡ് സ്റ്റേജ് എന്നാണ്, അല്ലേ? അപ്പൊ ആ സ്ട്രെസ്ഡ് സ്റ്റേജിലിരിക്കുന്ന ആ സമയത്ത് ആ വാക്കിൽ തന്നെ അതിനൊരു പരിഹാരവുമുണ്ട്. സ്ട്രെസ്ഡ് എന്ന വാക്കൊന്ന് തിരിച്ചു വായിച്ചു നോക്കിക്കോളൂ. ഡെസേർട്സ്. എന്താണ് ഈ ഡെസേർട്സ് അഥവാ ഫ്രോസൺ ഡെസേർട്ട്? നല്ല ചൂടുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുവെ ആളുകൾ അവരുടെ ആഹാരത്തിന് ശേഷം ആഹാരത്തോടൊപ്പം കഴിക്കുന്ന മധുരമുള്ള എന്നാൽ നല്ല തണുപ്പുള്ള ഒരു ഡിഷാണ് ഫ്രോസൺ ഡെസേർട്സ്. ഒരു പക്ഷേ അത് കണ്ടാൽ ഐസ്ക്രീം പോലെ ഇരിക്കും. ആ ഐസ്ക്രീമും ഫ്രോസൺ ഡെസേർട്ടും രണ്ടും ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസിലും അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഫ്രോസൺ ഡെസേർട്സ് കഴിക്കുന്നത് ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ആ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന, തപിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ അത്രത്തോളം കൂൾ, കാം, ക്വയറ്റ് ആൻഡ് സ്വീറ്റ് ആക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ ഏത് ചിന്തകളാണോ നമ്മുടെ ഉള്ളിൽ കൂടുതൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ചിന്തകളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുവാനും ആ ചിന്തകൾക്ക് എന്നേക്കുമായിട്ട് വിട കൊടുക്കുവാനും നമുക്ക് സാധിച്ചാൽ ആ സ്ട്രെസ് എന്നുള്ളത് ഒരു മധുരകരമായ അനുഭവത്തിലേക്ക് നമുക്കതിനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. മധുരം മാത്രമല്ല, അത്രയും അത് കൂൾ കൂടിയാണ്, തണുത്തതും കൂടിയാണ്. അപ്പൊ മധുരമായതും തണുത്തതുമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് മാറ്റപ്പെടുവാൻ എന്ത് ചെയ്യണം? സ്ട്രെസ് റിലേറ്റഡ് തോട്ട്സിൽ നിന്നും നമ്മൾ പതുക്കെ മനസ്സിനെ വിഡ്രോ ചെയ്യണം. കാരണം എൻ്റെ മനസ്സ് എന്ത് ചിന്തിക്കണം എന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ ചിന്തയല്ല, ഞാൻ ചിന്തകനാണ്, ഞാൻ ചിന്തിക്കുന്നവനാണ്, ഞാനാണ് ക്രിയേറ്റർ. ചിന്ത കേവലം എൻ്റെ ക്രിയേഷനാണ്. അപ്പൊ ക്രിയേറ്റർക്ക് അതിനെ നിലനിർത്തുവാനും അതിനെ നശിപ്പിക്കുവാനുമുള്ള അധികാരമുണ്ട്. പറയാറില്ലേ, സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പൊ ചിന്തകളെ സൃഷ്ടിക്കുന്നത് ഞാനാണെങ്കിൽ ആ ചിന്തകളെ നിലനിർത്താനും എനിക്കറിയാം. എപ്പോൾ വേണ്ടെന്ന് വെക്കുന്നോ അപ്പോൾ അതിനെ ഇല്ലാതാക്കാനും എനിക്ക് കഴിവുണ്ട്. അപ്പോൾ മാത്രമേ ഞാൻ ചിന്തിച്ചു എന്ന് പറയാൻ സാധിക്കൂ. കാരണം ചിന്ത വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വരുന്ന സാധനം തീർച്ചയായിട്ടും പോകില്ലേ? ഒരിക്കലും ഒരു ചിന്തകളും ഒരേ സ്ഥലത്ത് സ്ഥായി ഭാവത്തിൽ നിൽക്കാറില്ല. വരുന്നതെന്തോ അത് പോകും, ഉള്ളതെന്തോ അത് നിലനിൽക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശരിയായ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ശാന്തതയുടേതാണ്. അതാണ് ശരിക്കുള്ളത്. ബാക്കി വരുന്നതെല്ലാം പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ആ സ്ട്രെസ് എപ്പോഴും സ്ട്രെസ്സായി തന്നെ നിലനിൽക്കും എന്ന് മനസ്സിലാക്കാതെ, കരുതാതെ, അത് വരുന്നതെന്തോ അത് പോവുക തന്നെ ചെയ്യും. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് അഥവാ ശാന്തഭാവം, കൂൾനെസ്, അതൊരിക്കലും നഷ്ടപ്പെടാതെ സ്ഥായിയായി തന്നെ നിലനിർത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്താധാരയിലേക്ക്, നമ്മുടെ തോട്ട് സൈക്കിളിലേക്ക്, തോട്ട് പാറ്റേണിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചത്? ആ ചിന്തകളിൽ ഏതൊക്കെ സങ്കല്പങ്ങളാണ് എൻ്റെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും ആഹ്ലാദവും പകർന്നത്? ഏത് ചിന്ത വന്നപ്പോഴാണ് എനിക്ക് സങ്കടം, വിഷമം, നിരാശ, ഭയം, ഉത്കണ്ഠ
ഒക്കെ ഉണ്ടായതും എൻ്റെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞതും എനിക്ക് ക്ഷീണവും തളർച്ചയും തോന്നിയത് എന്നൊരു വിശകലനം നടത്തുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, മനസ്സിൻ്റെ മേൽ ഒരു പഠനവും നിരീക്ഷണവും നടത്താൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ റിലീസ് ആക്കാനും തദ്വാര ഡെസേർട്സ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനും സാധിക്കും. അതായത് ബി കൂൾ ആൻഡ് ബി കാം ആൻഡ് ബി ക്വൈറ്റ്. ഓക്കെ.